അയ്യോ അച്ഛാ. നീ ഏത് ട്രെയിനാ വന്നത്? ഇവിടെ ഓട്ടോറിക്ഷ ട്രെയിൻ. ഇനി വേറെ ഏതെങ്കിലും വണ്ടി വരാനുണ്ടോ? ഇല്ല, കൂട്ടത്തിലുള്ള വണ്ടികളാണ് ഞങ്ങൾ രണ്ടുപേരും. നിങ്ങളല്ലേ മരുമക്കള്? ഞാൻ കുറെ സാധനങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അല്ല, ഞങ്ങളുടെ അച്ഛൻ എന്താ പറ്റിയത് അതാദ്യം. അച്ഛൻ എന്താ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3.5 വയസ്സുള്ള കൊച്ചല്ല അച്ഛനെ കടിച്ചേക്കണേ. 8 അടി നീളമുള്ള ഒരു പാമ്പാ. 8 അടി നീളമുള്ളൂ. അത് കൃത്യമായിട്ട് എങ്ങനെ പറയാൻ പറ്റും? അളന്ന് നോക്കിയായിരുന്നു? അളന്ന് നോക്കാൻ ഞാൻ ടേപ്പും കൊണ്ടാണ് നടക്കണേ. അളന്ന് നോക്കിയില്ല, ഒരു ഉദ്ദേശം വെച്ചെന്ന് കാച്ചി, അത്രേ ഉള്ളൂ. അല്ല വൈദ്യരെ, ഇപ്പൊ എന്താ നമ്മുടെ അച്ഛന്റെ ഒരു അവസ്ഥ? ഇപ്പൊ അച്ഛന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആരോടും സങ്കടപ്പെടരുത്. നിങ്ങളോടായോണ്ട് ഞാൻ പറയാം, അച്ഛനെ കടിച്ചു കേൾക്കുന്ന ഒരു സൂപ്പർ വിഷമുള്ള പാമ്പാ. സൂപ്പർ വിഷം? സൂപ്പർ വിഷം എന്ന് പറഞ്ഞാൽ ഉഗ്രവിഷം. ഉഗ്രവിഷമുള്ള പാമ്പാ കടിച്ചേക്കണേ. ഈ രാത്രി നമ്മൾ ഉറങ്ങാതെ നോക്കണം അച്ഛൻ. ഞാൻ ഉറങ്ങത്തില്ല. നിങ്ങൾ ഉറങ്ങണ കാര്യമല്ലേ പറഞ്ഞ? പിന്നെ അച്ഛൻ ഉറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോ ജീവൻ വരെ നഷ്ടപ്പെട്ടേക്കാം. ഇതെന്താ ഇത്? ഒരു അച്ഛൻ ഇവിടെ മരിക്കാൻ കിടക്കുന്നു, മക്കൾ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ കളിക്കുന്നു. ഇവിടെ അച്ഛനെ പാമ്പ് കടിച്ചിട്ട് നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കുന്നത് അതിന്റെ റെയിൽവേ സ്റ്റേഷൻ കളിക്കണം. ഈ പറിക്കാൻ പറ്റ പാട്. നിങ്ങൾ ലിസ്റ്റും പ്രകാരമുള്ള സാധനം കൊണ്ടുവന്നു. സാധനങ്ങളൊക്കെ കൊണ്ടുണ്ട്, പക്ഷെ കുറച്ച് ചെറിയ കൺഫ്യൂഷൻ കിടപ്പുണ്ട്. കിടക്കട്ടെ. ലിസ്റ്റിനകത്ത് കുറെ ചെറിയ പെസകളൊക്കെ ഉണ്ട്. കുന്നിക്കുരുവും മറ്റേ സാധനവും ഞങ്ങൾക്ക് കിട്ടി. കുന്നിക്കുരു ഉണ്ടോ? വെള്ളക്കുരു. വെള്ളക്കുരു കിട്ടിയിട്ടുണ്ട്. പിന്നെ വെള്ള റൊട്ടിക്കുരു. അവിടെ കൺഫ്യൂഷൻ ഉണ്ട്. കൺഫ്യൂഷൻ. വെള്ള റൊട്ടിക്ക് ഞാൻ ഒരുപാട് എടുത്ത് പോയി, കിട്ടിയില്ല. മൊത്തം ബ്രൗൺ ആണ് ഇരിക്കുന്നത്. ബ്രൗൺ റൊട്ടി മതിയെങ്കിൽ കൊണ്ടുവരാം. നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ല, ഇവിടെ അടുത്ത് ഏതെങ്കിലും ബേക്കറി ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് മേടിക്കാമല്ലോ. മേടിക്കാത്ത വിഷയമല്ല. അത് ഞാൻ പറയാം. എവിടെ നിന്ന് പറഞ്ഞു തന്നാ മതി, ഞാൻ പോയി മേടിച്ചോളാം. ലിസ്റ്റിന്റെ അവസാനമേ കൊതുക് തിരി ഒരു പാക്കറ്റ്, മിച്ചർ ഒരു പാക്കറ്റ്, പിന്നെ സോഡ. എന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ നിങ്ങളോട് ഏതായാലും ഇവിടെ ഉറക്കം നിൽക്കണമല്ലോ. അപ്പൊ എന്തായാലും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. സാധനമുണ്ടോ? പിന്നെ മിച്ചറെങ്കിലും നിങ്ങളുടെ കൂടെ എഴുതിയില്ലെങ്കിൽ സാധനം ഇത് ലിസ്റ്റ് എഴുതാൻ പറ്റില്ലല്ലോ. പെണ്ണുങ്ങൾ കണ്ട നടക്കടല്ലേ. എന്നാ പിന്നെ കാര്യം ചെയ്യും, ഞങ്ങൾ രണ്ടുപേരോട് ഷെയർ തരാം. ആയിക്കോട്ടെ, ഞങ്ങൾക്ക് കൂടെ കരുതിക്കോ. നമുക്ക് അടിച്ചു പൊളിക്കാം. അതെ, അച്ഛന്റെ പാമ്പ് കടി നമുക്കൊരു ആഘോഷം. അച്ഛന്റെ പാമ്പ് കടി ഒരു വളങ്കടിയുടെ ലാഘവത്തോടു കൂടി നമുക്ക് ആഘോഷമാക്കാം. പക്ഷെ വേറെ കാര്യമുണ്ട്, മോഹനം വൈദ്യനൊന്നിലേക്ക് എന്റെ വിലകളിൽ എനിക്ക് പറ്റൂല. 24 മണിക്കൂർ, അതായത് ഈ രാത്രി അച്ഛൻ ഉറങ്ങാൻ നോക്കേണ്ടത് നമ്മുടെ കടമയാണ്. അത് ഞങ്ങൾ നോക്കിക്കോളാം.